അനുഗ്രഹീതമായ ഒരു ജീവിത സാക്ഷ്യമാണ് നമ്മൾ അടുത്ത നിമിഷങ്ങളിൽ കേൾക്കാനായിട്ട് പോകുന്നത്. സത്യം സത്യമായി എന്ന TV പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായ പ്രിയ ചാൾസ് ടി തോമസ് ബ്രദർ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മിനി ചാൾസ്, ഇവർ രണ്ടുപേരുമാണ് ഇന്ന് നമ്മോട് കൂടെ ഇവിടെ ഉള്ളത്. അക്യൂട്ട് മെലോയിഡ് ലുക്കീമിയ എന്ന ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു രൂപം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ചാൾസ് ബ്രദറിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സത്യം സത്യമായി എന്ന TV പ്രോഗ്രാമിലൂടെ നമുക്ക് സുപരിചിതനായ വ്യക്തിയാണ് ചാൾസ് ടി തോമസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളിൽ മാരകമായ ഒരു രോഗം ബാധിക്കുകയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ സൗഖ്യം പ്രാപിച്ച് ഇന്ന് ആ പഴയതിലും ഊർജ്ജസ്വലനായി നമ്മുടെ മുമ്പിൽ ദൈവം ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ അഭിമുഖത്തിൻ്റെ ഒരു പശ്ചാത്തലം അതാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്നതിന് മറ്റൊരു ജീവിക്കുന്ന ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന ഈ പ്രിയ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അഭിമുഖത്തിലൂടെ അനേക സഹോദരി സഹോദരന്മാർക്ക്, പ്രത്യേകാൽ രോഗത്തിൻ്റെ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒത്തിരി മനുഷ്യർക്ക് ആശ്വാസമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഭിമുഖത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചാൾസ് സഹോദര, മിനി സഹോദരി. പ്രൈസ് ദി ലോർഡ്. പ്രിയ ചാൾസ് സഹോദരൻ്റെ ജീവിതത്തിൽ വളരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചുറുചുറുക്കോടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നൊരു സമയത്ത് തീരെ പ്രതീക്ഷിക്കാതെയാണ് ലുക്കീമിയ അല്ലെങ്കിൽ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന ബ്ലഡ് ക്യാൻസർ ആണ് എന്ന് തിരിച്ചറിയുന്നത്. വാസ്തവത്തിൽ എങ്ങനെയാണ് ഈ തിരക്കുള്ള ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഈ രോഗം കണ്ടുപിടിക്കാനായിട്ടിടയായി തീർന്നത്? ഞാനൊരു ചെറിയ വീട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എൻ്റെ പണി തീരുന്ന ഘട്ടമൊക്കെ ആയ സമയത്ത് എല്ലാ ദിവസവും വൈകുന്നേരം വളരെ കൂടുതൽ ക്ഷീണം തോന്നുകയും ആ ക്ഷീണം കൂടുതൽ ശ്രദ്ധിക്കാനിടയായപ്പം കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ എന്താ ഈ ക്ഷീണം എന്നുള്ളതൊന്ന് ബ്ലഡ് ചെക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി. രണ്ടുപേരും കൂടെ പോയി ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയ ലാബിൽ ചെന്നപ്പോൾ അവിടെ ഒരു പാക്കേജ് അങ്ങനെ കണ്ടു. അപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റുകളും ആ പാക്കേജുമായിട്ട് വലിയ വ്യത്യാസമില്ലതാനും, എന്നാൽ അത്യാവശ്യം ബോഡി ചെക്കപ്പുകളൊക്കെ ഉണ്ട് ബ്ലഡിൻ്റെ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ പല രോഗങ്ങളും ഉണ്ടോ എന്ന് അങ്ങനെ നോക്കുകയും ചെയ്യാം എന്ന് കരുതി ആ ടെസ്റ്റ് എടുത്ത് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കുറേ കഴിഞ്ഞ് അവർ വീണ്ടും തിരിച്ചു വിളിച്ചു. ലാബിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, ഈയിടെ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ, അടുത്ത കാലത്ത് അങ്ങനെ ഡെങ്കു ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഏകദേശം അന്നേരം ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഹെർണിയയുടെ ഒരു ഓപ്പറേഷൻ നടന്നത്. അപ്പോൾ ഹെർണിയയുടെ ഓപ്പറേഷൻ നടന്ന ഒഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിന് അന്നേരം ബോഡിയെല്ലാം ഫിറ്റായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ എന്നാലും പറഞ്ഞു, സാറ് ഇവിടം വരെ ഒന്ന് വരാമോ, ഒന്നുകൂടെ ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്താൽ നന്നായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ 1, 2, 3 റിപ്പീറ്റ് ചെയ്തു. അത് തന്നെ ചെയ്തിട്ടും കൗണ്ട് അതിലൊരു വേരിയേഷൻ കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ ചെന്ന് വീണ്ടും ബ്ലഡ് എടുത്തു. അതും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് 1,00,000-ൽ താഴ്ന്ന് കാണുമോ. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണ് ഒരു ഫിസിഷ്യനെ കാണുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒരു ഫിസിഷ്യനെ കാണിച്ചു. അവിടെയും മറ്റ് പല ടെസ്റ്റുകളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ച് അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫാറ്റി ലിവർ നേരത്തെ അല്പം ഉണ്ടായിരുന്നു. നമ്മുടെ ഹെർണിയയുടെ സർജറിയുടെ സമയത്തും ചെറിയ നിലയിലുണ്ടായിരുന്നുകൊണ്ട് അത് പരിശോധിച്ചപ്പോൾ ഗ്രേഡ് 2. അപ്പോൾ അതായിരിക്കും എന്ന് വിചാരിച്ച് ചില മരുന്നുകളൊക്കെ കഴിച്ചു. എന്നാലും ക്ഷീണം എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പം കൂടുതൽ, അങ്ങനെ കുറയുന്നില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഫിസിഷ്യൻ പല ടെസ്റ്റുകളും ബ്ലഡിലെ പിന്നെയും ചെയ്തു. കുറച്ച് വില കൂടിയ ടെസ്റ്റുകളൊക്കെ ചെയ്തു.
എന്തോ പെരിനോം എന്ന് പറയുന്നൊരു ടെസ്റ്റും ഒക്കെ ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോൾ പുള്ളി ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഒന്നെങ്കിൽ ബോൺ മാരോ ചെയ്ത് നോക്കിയാലേ ഇനി എന്തെങ്കിലും നമുക്ക് ബ്ലഡിൽ എന്തോ പ്രശ്നമുണ്ട്, പക്ഷേ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ സെക്കൻഡ് ഒപ്പീനിയനായിട്ട് ഈരാറ്റുപേട്ടയിൽ ഒരു ഡോക്ടറെ കാണാനായിട്ട് കുടുംബക്കാരും ഒക്കെ സജഷൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് അല്പം കൂടെ സ്പീഡാക്കി ആ ബോൺമാരോ ചെയ്യണം എന്ന് അദ്ദേഹത്തിന് എന്തോ സംശയം തോന്നി, എന്തോ സംശയം തോന്നി. അങ്ങനെ ഞാൻ ആദ്യം കണ്ട ഫിസിഷ്യൻ്റെ അടുത്ത് തന്നെ ചെന്ന് എഴുതി വാങ്ങി. അപ്പോൾ അത് ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ബോൺമാരോയ്ക്കായിട്ട് എന്നാ എടുക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിന് ചെന്നപ്പോഴേ അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു, ഇന്ന് തന്നെ ചെയ്തേക്കാം, നിങ്ങൾ റെഡിയാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ബോൺമാരോ എന്ന് പറഞ്ഞാൽ നമുക്കത്ര അറിയില്ല അതിൻ്റെ കട്ടിയൊക്കെ എങ്ങനെയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കഴിഞ്ഞ് എനിക്ക് തനിയെ വാഹനം ഓടിച്ച് തിരിച്ച് തിരുവല്ലയിൽ നിന്ന് വീട്ടിലെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, അതിൻ്റെ സഡക്ഷൻ തീരുന്നതിനൊക്കെ മുമ്പ് വേദനയൊന്നും ഉണ്ടാവില്ല, അതിനുശേഷം ചെറിയ വേദനയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ബോൺമാരോ എടുത്ത ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. 2 ദിവസത്തിന് ശേഷം വീണ്ടും അതിൻ്റെ റിസൾട്ടിന് വരാൻ പറഞ്ഞു. അങ്ങനെ റിസൾട്ടിനായിട്ട് ചെന്നു. അങ്ങനെയാണ് ഞങ്ങളിത് കണ്ടുപിടിക്കാൻ കാരണമായത്. മീൻസ് അവരുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ടുള്ളതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? ക്ഷീണമായിരുന്നു. അപ്പോൾ ഈ നമ്മളന്നേരം ഓർക്കുന്ന ഈ വീട് പണി നടക്കുന്ന സമയത്ത് വെയിലൊക്കെ കൊള്ളുന്നുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് എപ്പോഴും തന്നെ അവിടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമായിരിക്കും എന്നാ വിചാരിച്ചോളൂ. ഇങ്ങനെ ഒരു രോഗമായിരിക്കും അങ്ങനെ ഒരിക്കലും ഒരു ചിന്ത വന്നില്ല. ബോൺമാരോ എടുക്കണമെന്ന് പറയുമ്പോൾ പോലും നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നൊരു ചിന്തയായിരുന്നു ആദ്യം. കുറേ 1.5 മാസം നമ്മൾ അങ്ങനെ ചിന്തിച്ചു. പിന്നെ രണ്ടാമത്തെ ഡോക്ടർ അത് ഒന്നുകൂടി എടുത്തു പറഞ്ഞു. ഇപ്പോൾ അന്നേരം 78 ഉള്ളൂ കൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 78ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 75ലേക്ക് താന്നാൽ പിന്നെ നമുക്ക് ബോൺമാരോ പോലും എടുക്കാൻ പറ്റത്തില്ല, പിന്നെ ബോൺമാരോ എടുക്കണമെങ്കിൽ പ്രയാസമാകും, ബ്ലീഡിങ് ഒക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെന്നാൽ പിന്നെ പെട്ടെന്ന് എടുത്തേക്കാന്ന് വെച്ചു. ഇപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം, ഈ ലാബുകാർ സാധാരണഗതിയിൽ ഇങ്ങനെ ഓഫറുകളൊക്കെ വെക്കുമല്ലോ, ഫുൾ ബോഡി ചെക്കപ്പ് പാക്കേജ്. അപ്പം ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് അവരുടെ ഒരു ബിസിനസ് തന്ത്രം എന്നുള്ള രീതിയിലാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഫുൾ ബോഡി പാക്കേജൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതുപോലെ ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയാത്ത പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ അങ്ങനെ ഒരു പാക്കേജോ കണ്ടതുകൊണ്ടാണല്ലോ, അങ്ങനെ ഒരു കണ്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കത് ഇത്രയും പെട്ടെന്ന് മനസ്സിലാക്കാനുണ്ടായത്. ഇല്ലെങ്കിൽ കുറെ കൂടെ വഷളാകാൻ സാധ്യതയുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള പരസ്യങ്ങൾ ചിലതൊക്കെ കാണാറുണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ പോവുക ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ദൈവം അങ്ങനെ ഒരു ചിന്ത സഹോദരൻ്റെ ഉള്ളിൽ തന്നതും ഒരു ദൈവാനുഗ്രഹമായിപ്പോയി, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് താമസിച്ചു പോകാനല്ലോ. അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, അറിയാനായിട്ട് താല്പര്യമുള്ളൊരു വിഷയം, ഈ ബോൺമാരോ ടെസ്റ്റൊക്കെ ചെയ്ത് പിന്നീട് ഡോക്ടറുടെ അടുത്ത് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി സംസാരിക്കാൻ ചെല്ലുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു ഇത് ലുക്കീമിയ അല്ലെങ്കിൽ ഈ AML എന്ന രോഗമാണ് എന്ന് പറയുന്നത്, അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സഹോദരനുണ്ടായ ഒരു പ്രതികരണം എന്തായിരുന്നു? അത് എനിക്കെന്താണോ ഈ ലുക്കീമിയ എന്നൊക്കെ കേട്ടു എന്ന് ശരിയാണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ എന്തോ അങ്ങനെ വലിയൊരു ഭാരമോ പേടിയോ അങ്ങനെ വലിയ ക്യാൻസർ എന്നുള്ള രീതിയിലൊരു ഭയപ്പാടൊന്നും തോന്നാനുള്ളൊരു ചിന്തയും വന്നില്ല. ദൈവം അങ്ങനെ ഹൃദയത്തെ ഡിസൈൻ ചെയ്തു എന്ന് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്താണെങ്കിലും ഞാൻ അതിനൊരു ചിന്തിച്ചത്, നമ്മൾ സുവിശേഷ വേലയൊക്കെ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഇഷ്ടംപോലെ ഇതേപോലെ സീരിയസ് ആയ പല രോഗികളെയും നമ്മൾ കാണുന്നതാണ്. അതിനൊക്കെ ദൈവം ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ എല്ലാത്തിനും മരുന്നുകളുണ്ട്. അപ്പം ഇതിന് എന്താണേലും അതിന് മരുന്നുണ്ട് എന്നുള്ള ഒരു ഹൃദയത്തിലൊരു ഉറപ്പായിരിക്കാം ഒന്ന്. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് പറഞ്ഞാൽ ദൈവത്തിലുള്ള നമ്മളുടെ അചഞ്ചലമായിരിക്കുന്ന ആ ആശ്രയത്വവും വിശ്വാസവും അതിന് ഉപോത്ഫലകമാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു AML ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാൻ ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്? കാരണം 8 മാസം മുമ്പ് ബോഡി ഫിറ്റാണ്, അന്ന് 2.5 ലക്ഷം പ്ലേറ്റ്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നെങ്കിൽ എന്തെങ്കിലും എന്താ ജോലി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോലിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം എന്തെങ്കിലും രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിൽ നിന്നുണ്ടാകാം, ഒരു പക്ഷേ ചില മെഡിസിൻ്റെ പ്രോബ്ലം ആകാം, എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്കുകൾ അമിത ഉപയോഗം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷേ ആകാം. അങ്ങനെ പല കാരണങ്ങൾ ഇതിനാകാം. ചിലപ്പം വായുവിൽ കൂടെയും വരാം, എപ്പോഴും എങ്ങനെയും വരാം, ആർക്കും വരാം എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ദൈവം അനുവദിച്ചാണല്ലോ എന്ന്. അപ്പം ഡോക്ടറുടെ ഫ്രണ്ടിലൊരു വാക്യമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ വിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ മാർത്തോമ വിശ്വാസിയാണ് എന്ന് അദ്ദേഹം ചേർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇതിൻ്റെ പദ്ധതി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ നിസ്സാരതയോടെ തന്നെ അങ്ങനെ കാര്യങ്ങൾ വലിയൊരു ഷോക്കായിട്ടൊന്നും തോന്നിയില്ല. അത് സാധാരണ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു മാരകമായ അസുഖമാണെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന പ്രതികരണം ഒരു ഷോക്കാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം ആസാഫിന്റെ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അതാണ് അതിന്റെ ശരി. ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനെയും പോലെ അത് ഒരു വിചിത്രമായ എന്നുള്ളതാണ്. അത് ഈ ചികിത്സയിലുടനീളം അത് നടന്നു. അതങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ അനുഗ്രഹമാണ് പെട്ടെന്ന് റിക്കവറി ആകുന്നതും എന്ന് ഡോക്ടർമാർ പറഞ്ഞു. കൂടുതൽ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളിലേക്കൊന്നും മനസ്സ് പോയില്ല. അതല്ലേ ഈ എനിക്ക് തോന്നുന്നു മിനിസൗരിക്ക് അത് കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ടായിരുന്നിരിക്കാം അത് ആ ഒരു വാർത്ത ഫേസ് ചെയ്യുമ്പോൾ അല്ലേ. എന്തായിരുന്നു സൗരിയുടെ അനുഭവം? എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായി. ഞാനും അത്ര വലിയൊരു ഇതൊന്നും കേൾക്കുന്ന രീതിയിലല്ല പോയത്. ചെറിയ എന്തെങ്കിലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്തെങ്കിലും ചെറിയ കേസായിരിക്കും എന്നൊക്കെ വിചാരിച്ചാൽ ചെല്ലുന്നു. പക്ഷേ ഡോക്ടർ ഇതിങ്ങനെ ലാപ്ടോപ്പൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഈ ലുക്കീമിയ എന്ന് കേട്ടപ്പോൾ എനിക്ക് തലക്കെട്ട് എന്തോ ഒരു അടി കിട്ടുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായി. പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ 2 ഫ്രണ്ട്സ്, അത് ഒരാൾ എൻ്റെ ഇളയത്, ഒരാൾ എൻ്റെ സെയിം ഏജുള്ള 2 കുട്ടികൾക്ക് ഈ ബ്ലഡ് ക്യാൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഒത്തിരി നാളൊന്നും ഇരുന്നില്ല. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി അവരെ കാണാനൊക്കെ പോകുമായിരുന്നു സ്കൂളിൽ നിന്ന് പിള്ളേർ. അപ്പോൾ ഇങ്ങനെ തലയൊക്കെ മുട്ടയടിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നത്. അപ്പോൾ ജീവിച്ചില്ലല്ലോ, കൊച്ചുകുട്ടികളായിട്ട് പോലും അവർ ജീവിച്ചില്ലല്ലോ. അപ്പം ഇത് എനിക്ക് ഭയങ്കര, ഞാൻ നോക്കിയപ്പം ഇദ്ദേഹം നല്ല കൂളായിട്ടാണ് നിൽക്കുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഒരു ഷോക്ക് പോലെയായി. ഞാനിങ്ങനെ കയ്യാലൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും പുള്ളി നല്ല ഇതായിട്ട് നിൽക്കുക. എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഓർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം രണ്ട് മക്കളാണ് നിങ്ങൾക്കുള്ളത് അല്ലേ? 2 മക്കളല്ലേ, അനീറ്റയും അക്സയും. 2 പേരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു. ഓക്കെ, അവരെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയാ പ്രതികരിച്ചത്? പെട്ടെന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് വിളിച്ചു. അവരപ്പം നമ്മളിങ്ങനെ പോയപ്പോൾ അവർക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചു. അപ്പോൾ അവര് പിള്ളേരുടെ 2 പേരുടെയും ഹസ്ബൻഡ് അവരെ വിളിച്ചു. അപ്പം പിള്ളേരോട് നേരെ പറഞ്ഞില്ല. അപ്പം അങ്ങനെ അവർ അറിഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ എന്നെ, ഇളയ മോൾ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ എനിക്കൊന്നും സംസാരിക്കത്തില്ല. ടിക്കറ്റ് എടുക്കും മോളേന്ന് മാത്രം, നിങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുക്ക്, പപ്പയ്ക്ക് വയ്യ, ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറയുന്നുണ്ട്, അമ്മേ മരുന്നില്ലാത്ത ഒന്നുമില്ല, അമ്മ ഇങ്ങനെ വിഷമിക്കാതെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിൽ കൂടുതലൊന്നും അവളോട് പറ്റും. ഞാൻ കട്ട് ചെയ്തു പെട്ടെന്ന്. പിന്നെ അവള് മൂത്തയാളെ വിളിച്ചു. അവർ തമ്മിൽ സംസാരിച്ച് പെട്ടെന്ന് തന്നെ അവര് പിള്ളേര് വന്ന് വേഗം തന്നെ ടിക്കറ്റ് എടുത്തു. അങ്ങനെ അവർ പെട്ടെന്ന് വന്നു. ഓക്കെ, അപ്പൊ അവര് കുറച്ചുകൂടെ ഒരു പ്രതീക്ഷയോടുകൂടി, ഒരു ശുഭാപ്തി വിശ്വാസത്തോട് തന്നെയാണ് അവര് അവര് നമ്മളുടെ അടുത്ത് അങ്ങനെ കാണിച്ചു. പക്ഷെ അവര് തമ്മിൽ ഫോണിലൂടെ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മളെ ടെൻഷൻ വരാതിരിക്കാൻ വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞു, അമ്മയൊന്നും വിഷമിക്കേണ്ട, നമുക്കിപ്പം മരുന്നില്ലാത്ത ഒരു ട്രീറ്റ്മെന്റും ഇല്ലല്ലോ എന്നൊക്കെ അങ്ങനെ ഉള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഒരു ആശ്വാസം അവർ തന്നു നമുക്ക്. മക്കളെ ഏതായാലും നിങ്ങളുടെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് പ്രതികരിച്ചത് വളരെ ശാന്തമായിട്ടായതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലും അത്രയും ടെൻഷൻ ആ സമയത്തും ഉണ്ടായില്ല അല്ലേ. അപ്പോൾ തുടർന്ന് പിന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഡോക്ടറുടെ അടുത്ത് ഈ ബോൺമാരോ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ മിനി പറഞ്ഞ പോലെ അങ്ങനെ പെട്ടെന്ന് ഡെസ്പ എന്ന പോലെ ആയപ്പം വേറൊരു രാജൻ സവരൻ, ഈരാറ്റുപേട്ടയിലെ രാജൻ സവരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിരുന്ന കാര്യങ്ങൾ എല്ലാം കേട്ടു. അപ്പം മിനിയെ പുറത്ത് കൊണ്ടുപോയി ഞങ്ങൾ ഇരുത്തി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഉടനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്തായാലും ഞങ്ങൾക്കൊന്ന് ആലോചിക്കാനുണ്ട് എന്ന് പറഞ്ഞു. സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞില്ല, ഒന്ന് ആലോചിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞും ഡോക്ടറും പുറത്തോട്ട് ഇറങ്ങി വന്നിരുന്നു. അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ മിനി ഭയങ്കര പ്രയാസപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പം അവിടെ ഒരു ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളുടെ സദൃശവാക്യം 3:6 വാക്യം, നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും.
അപ്പോൾ ആ വാക്യം പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആശ്വസിപ്പിച്ചു. ഇങ്ങനെ പോകാനായിട്ടൊരുങ്ങി. ഇപ്പം ഡോക്ടർ വീണ്ടും പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നാളെ വേണേലും ആരംഭിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. രാജൻ സഹോദരനും പറഞ്ഞു, ശരി ഞങ്ങൾ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോയി. എവിടെ പോകണം, എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പല ചിന്തകളായി. അപ്പോഴത്തേക്കും പല സ്ഥലങ്ങളിൽ നിന്നും പല സഹോദരന്മാരും ഒക്കെ അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം RCC തന്നെ തിരഞ്ഞെടുക്കാം എന്ന് തീരുമാനിച്ചു. അവിടെ ആകുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെ സഹോദരന്മാരുണ്ട്. പല സഹോദരന്മാരും പറഞ്ഞു RCC തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് അവിടേക്ക് നമുക്ക് പോകാനായിട്ട് ഇടയാവുകയാണ് ചെയ്തത്. RCC ചെന്ന് ഡോക്ടറെ കാണാനായിട്ടൊക്കെ സാധിച്ചു. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എന്താണ്? അവിടെയൊക്കെയാണ് ദൈവകൃപയുടെ വലിയ വ്യാപാരം. അവിടെ മുതൽ നമ്മളിങ്ങനെ അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ സാക്ഷ്യത്തിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് പറയാനുള്ളത് ദൈവത്തിൻ്റെ വലിയ അപാരമായിരിക്കുന്ന ദൈവകൃപ ഇതിലുടനീളം അങ്ങനെ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പം ഈ ആശുപത്രിയിലേക്ക് തന്നെ പോകുന്ന സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ വീട് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികമായ കടബാധ്യതയിലൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പം പിന്നെ ഇനി ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പോലും അങ്ങനെ പറ്റില്ല. അപ്പോൾ ആണെങ്കിലും നമ്മൾ സ്ഥിരം വിളിച്ചാൽ തിരക്കായിരിക്കുന്ന ചില സഹോദരന്മാർ പോലും, പ്രത്യേകിച്ച് ആഷ്ലി സഹോദരൻ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് എന്താണെങ്കിലും അത് ചെയ്യുക, പൈസയെക്കുറിച്ചൊന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ ചേട്ടൻ്റെ വീട്ടുകാർ, ചേട്ടൻ്റെ മോന്, അവനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, പൈസ നോക്കണ്ട, ട്രീറ്റ്മെൻറ്റ് എവിടെയാണെങ്കിലും നന്നായിട്ട് ചെയ്യുക എന്നുള്ള നിലയിൽ. അതുപോലെ മിന്നിയുടെ ചേച്ചിയുടെ ഭർത്താവ്, അങ്ങനെ പല ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ധൈര്യപ്പെടുത്തൽ കിട്ടി. RCCയിൽ ചെന്നു. RCCയിൽ ചെന്ന് സമയം മുതൽ നമ്മുടെ തിരുവനന്തപുരത്തെ സാബുസോനും കുടുംബവും അവർ ഒന്നാമത് സൗകര്യം അവിടുത്തെ നേഴ്സായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ നേരത്തെ വിളിച്ച് മിന്നിയോട് പറഞ്ഞിരുന്നു 1-2 ദിവസത്തെ സ്ട്രെസ് എടുത്തുകൊണ്ട് വന്നാൽ മതി, കാരണം അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് അവിടെ നമ്മളെ അഡ്മിറ്റ് ആക്കുകയുള്ളൂ, പെട്ടെന്ന് അവിടെ അങ്ങനെ ഒരു ചികിത്സ കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും RCC ആണല്ലോ നല്ലതെന്നുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ ചീട്ടെടുക്കുന്ന പ്രൊസീജിയറെല്ലാം തന്നെ ഉച്ചയോടെ നടന്നു. അതിനുശേഷം ഉച്ച ആയപ്പോഴത്തേക്കും ജൂനിയർ ഡോക്ടറെ കണ്ടു. ജൂനിയർ ഡോക്ടറെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ നമ്മുടെ തിരുവല്ലയിലെ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സീനിയറായിരുന്നു, നമ്മുടെ ബോൺമാരോ ചെയ്ത്. അതൊക്കെ കുറേ വിശ്വാസത്തിലെടുത്തിട്ട് പറഞ്ഞു, പക്ഷേ ഇവിടെ RCCയുടെ പ്രൊസീജിയർ അനുസരിച്ച് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ടെസ്റ്റുകൾ വീണ്ടും ചെയ്താലേ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയുള്ളൂ. പിന്നെ ഈ സാറിൻ്റെ ആയതുകൊണ്ട് ഞാൻ സീനിയർ ഡോക്ടറോട് പറഞ്ഞു നോക്കാം, ഒരു പക്ഷേ അത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി ഒരു പക്ഷേ എത്രയും വേഗം, എപ്പോൾ എന്ന് പറയുന്നില്ല, ആരംഭിക്കാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ ബോൺമാരോയിൽ റിസൾട്ട് വന്നതിനേക്കാൾ പിന്നെയും 2% കൂടെ അവിടുത്തെ ചില ബ്ലഡ് ടെസ്റ്റുകളിലൂടെ നടത്തിയപ്പം 87%. 87% വൈറ്റ് സെല്ലായി. അതൊരു വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതിന് ശേഷം സീനിയർ ഡോക്ടർ വന്നു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് സംസാരിച്ചു. അപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇതിൻ്റെ സീരിയസ്നെസ്സൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ നമുക്ക് വേണേൽ ഭയപ്പെടാം. അപ്പം അങ്ങനെ ഭയപ്പെടാവുന്ന രീതിയിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ പ്രതീക്ഷയ്ക്ക് അധികം വകയില്ല, 30% വരെ ഞാൻ പറയുള്ളൂ. ട്രീറ്റ്മെൻറ്റ് ഇവിടെ വേണേൽ ആരംഭിക്കാം, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും ഇങ്ങനെയുള്ളത് കൊണ്ട്. പിന്നെ അപ്പോഴത്തേക്കും അവിടെ നിന്നുള്ള സ്ലൈഡുകളും പത്തോളജിയിലെ സ്ലൈഡുകളും ബ്ലഡിൻ്റെ വേറെ ചില റിപ്പോർട്ടുകളും എല്ലാം കൂടെയും ആണ്ടിരിക്കുകയായിരുന്നു അന്നേരം തന്നെ, അത് ഇവിടെ കാണിക്കാൻ വേണ്ടി. അതെല്ലാം എത്തി, അതെല്ലാം സബ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ സെക്കൻഡറി ആയിട്ട് വെച്ചുകൊണ്ട് വേറൊരു ബ്ലഡ് ടെസ്റ്റ് നടത്തി ഞാൻ അഡ്മിഷൻ തരാം, അങ്ങനെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതൊരു വലിയൊരു അത്ഭുതമായിട്ട് നമ്മുടെ സാബുസോനും അവിടെയുള്ള അവർക്ക് പ്രത്യേകിച്ച് തോന്നി, കാരണം അവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല. എന്നിട്ട് അദ്ദേഹം എല്ലാ മറ്റ് പ്രിസ്ക്രിപ്ഷനുകളിലെല്ലാം വെരി അർജൻറ്റ് എന്ന് എഴുതുന്നത് ഞാൻ കണ്ടു. അത്രമാത്രം സ്റ്റേജിലെത്തി എന്ന് വേണം കരുതാൻ. അപ്പോൾ എന്താണേലും അന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഒത്തിരി ഡോക്ടേഴ്സിനെ, ഒത്തിരി ചെക്കപ്പുകളും എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു. എനിക്ക് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, ഒരുപക്ഷെ ഇവരൊക്കെ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഒരാഴ്ചയിലധികം അല്ലെങ്കിൽ 1.5 ആഴ്ച എടുത്ത് ചെയ്യേണ്ട ടെസ്റ്റുകളാണ്
ഈ ഒരു ദിവസം കൊണ്ട് ഏറ്റവും അവസാനം CT സ്കാൻ എടുക്കുന്നത് അത് അടയ്ക്കുന്ന ലാബ് അടയ്ക്കുന്ന 5-5:30 സമയമായപ്പോഴത്തേക്കുമാണ് അതുപോലും ചെയ്യുന്നത്. ഒരെണ്ണം ഇട്ടേച്ച് എന്ന ആ ഒരു ഒഴിവിലാണ് എന്നെ കയറ്റുന്നത്. അങ്ങനെ അന്ന് ഒത്തിരി അവിടെ വാസ്തവത്തിലൊരു ദൈവത്തിന്റെ ഇടപെടൽ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണാം. 6-7 ടെസ്റ്റുകൾ അതെ അതെ പല ഡോക്ടർമാരെ കണ്ടു, എല്ലാം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷേ ഞങ്ങളിങ്ങനെ ഇത് നടക്കുമെന്നുള്ള കാര്യമൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വളരെ ആകുലത ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരല്പം ക്ഷീണമൊക്കെ ഉള്ളിലുണ്ട്. അപ്പം ഇടയ്ക്ക് സാബു സാറിന് ഇങ്ങനെ പറയുന്നുണ്ട്, സോര ഇത് ഇന്നൊന്നും അഡ്മിഷൻ കിട്ടുമെന്ന് സംശയമാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഇനി അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരു കുടുംബം രാവിലെ മുതൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഉച്ച സമയത്താണ്. അപ്പോഴത്തേക്കും നമുക്കത് അതിശയമായിപ്പോയി. അന്ന് എൻ്റെ കൂടെ കൊല്ലത്തുണ്ടായിരുന്ന കൂട്ടി സഹോദരനായിരുന്ന ജോർജ് ഫിലിപ്പ് സഹോദരനും ഫാമിലിയും അവർ ഇവിടെ RCCയുടെ ചരിത്രത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അഡ്മിഷൻ ആവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് താമസിക്കുകയാണെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അവരും പുറത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് അതും നമ്മളുടെ ഒരു വിധത്തിലും പുറകോട്ട് പോകാൻ, നെഗറ്റീവ് അടിക്കാൻ കാരണമാകാത്ത രീതിയിൽ സഹോദരങ്ങളുടെ ഒരു വലിയ സ്നേഹവും കരുതലും അനുഭവിക്കാൻ, ദൈവകൃപയുടെ വലിയ വ്യാപാരം അനുഭവിക്കാൻ ഇടയായി. ഈ ഡോക്ടർ ഈ ട്രീറ്റ്മെന്റിന്റെ സാധ്യതകളെക്കുറിച്ച്, അതിന്റെ ചെലവുകളെ കുറിച്ചൊക്കെ എന്താ പറഞ്ഞത്? മോനെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഏതാണ്ട് 3 തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒന്ന് കുറച്ച് മരുന്നുകളൊക്കെ മാത്രം കൊടുക്കുക, പ്രതീക്ഷയില്ലാത്തത്, നമുക്ക് ഇത്ര ആയല്ലോ, അപ്പോൾ പൈസയൊന്നും അധികം ആകത്തില്ല, ഇച്ചിരി മരുന്നൊക്കെ കൊടുത്തങ്ങ് വിടുക, ശാന്തമായിട്ട് പുള്ളി എത്ര നാൾ ജീവിക്കുമെന്ന് ഉറപ്പില്ലാതെ. പിന്നെ ചെറിയ രീതിയിലൊക്കെ ചില കീമോയൊക്കെ എടുത്തു അങ്ങനെയും പോവാം. അതല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ഏകദേശം 10 മുതൽ 15 ലക്ഷം രൂപയോളം ചിലവുണ്ട്. ഇനി മാറ്റി വെക്കേണ്ട വരുവാണെങ്കിൽ അതിലും പൈസയാകും. മജ്ജ മാറ്റി വെക്കണമെന്ന് ഒരു സംശയം. ഇന്റൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒരു 6 മാസത്തെ ട്രീറ്റ്മെന്റിന് 10 മുതൽ 15 ലക്ഷം രൂപ വരെ ആകും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കണം. തന്നെ അല്ലെ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പറ്റത്തില്ല. അപ്പോൾ കോഴ്സ് പോലെയാ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു. നമുക്ക് അന്നേരം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഉള്ള സമയം പിരിഞ്ഞ സമയത്ത് മോനും വന്ന് ഇത് സാവുസാറിനും എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊന്നും ആലോചിക്കാനില്ല, നമുക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ മതി, നമുക്ക് 3ാമത് പറഞ്ഞത് മാത്രം സെലക്ട് ചെയ്താൽ മതി, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടെന്ന്. അപ്പം ശരി, നമുക്കെന്നാൽ അങ്ങനെ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് അത് ഡോക്ടറെ അറിയിച്ചു, നമ്മൾ അതാണ് തീരുമാനിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ചിലവ് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് 6 മാസത്തെ തുടർമാനമായ നിരന്തരമായ ഒരു ചികിത്സാ പദ്ധതിയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഗൗരവം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. ആ സമയത്ത് ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കുമോ എന്നുള്ള ഒരു സാധ്യതയൊക്കെ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. 30% ഡോക്ടർക്ക് പോലും പ്രതീക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കത് അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറോടും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ജോലി എന്താണെന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ സുവിശേഷകനാണ്, എനിക്ക് അതിൽ മരണഭയമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ ക്യാൻസർ രോഗികളെ ഒക്കെ ഒത്തിരി പോയി സുവിശേഷം പറയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യമുണ്ട്. ക്യാൻസർ രോഗികളെ സംബന്ധിച്ച് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അവരുടെ മരണഭയം, രണ്ടാമത് അവരുടെ വരുമാനം നിന്നു, കടബാധ്യത, വീണ്ടും കടങ്ങൾ, ചികിത്സാ ചെലവുകൾ, അങ്ങനെ അതിനോർത്ത ടെൻഷനുകൾ, പിന്നെ 3ാമത് കുടുംബത്തെക്കുറിച്ച്, ഭാര്യ മക്കൾ, അവരെക്കുറിച്ചുള്ള ആകുലത, ചിന്ത. ഇത് 3ഉം കൂടെ ഈ രോഗിയെ അലട്ടുമ്പോൾ മിക്കവാറും ആ രോഗി പെട്ടെന്ന് തന്നെ മരിച്ചു പോകാൻ സാധ്യതയും കൂടുതലാണ്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഈ 3 ഭയങ്ങളും എനിക്കില്ല. ഒന്നെങ്കിൽ പൈസ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം, പക്ഷേ എങ്കിലും ഈ രോഗം അറിഞ്ഞ് പോകുന്ന വഴിക്കാണേലും ക്ലീറ്റസ് സാറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞു, കിട്ടാവുന്ന ചികിത്സയിൽ ഏറ്റവും ബെസ്റ്റ് ചികിത്സ സോറിന് ചെയ്യുക, പൈസയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ സഹോദരന്മാരും വീട്ടുകാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ നിലയിൽ അപ്പോൾ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകും. അതിനെക്കുറിച്ച് ഞാൻ ചിന്താകുലപ്പെടാനായിട്ടിടയായില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണല്ലോ പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലെ ഇട്ടുകൊള്ളു, പിന്നെ അവൻ നിങ്ങളെ പുലർത്തും എന്നാണല്ലോ. അപ്പം പൈസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മക്കൾ 2 പേരും അവരും പറഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട, നമ്മൾ 2 മക്കളുണ്ടല്ലോ,
അതോർത്ത് ഒട്ടും ഭാരപ്പെടണ്ടെന്ന് അവർ രണ്ടുപേരും അവരും പറഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരാളാണ്, മരിച്ചാൽ സ്വർഗത്തിൽ പോകും. കാരണം യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് മരിച്ചു എന്ന് വിശ്വസിച്ച് അത് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ് ചെയ്യുന്നത് എന്ന ഒരു വാക്കിലെങ്കിലും അന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടറൊന്നും കേൾക്കുന്നില്ല. അപ്പം എങ്കിലും അത് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, മക്കളെയൊക്കെ രണ്ടുപേരെയും കെട്ടിച്ചു വിട്ടു. അത്യാവശ്യം ഓരോ ചെറുപ്പക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർക്ക് ഓരോ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഭാര്യയും ഞങ്ങളെ ദൈവം പുലർത്തും, ആ ഒരു ഉറപ്പ് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഇങ്ങനെ ഒരു ബോൾഡായിട്ടിരിക്കുമെങ്കിൽ തന്നെ ചികിത്സ എളുപ്പമാകും എന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞൊരു വിഷയത്തിലേക്ക് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു ക്യാൻസർ രോഗിയെ സംബന്ധിച്ച് ഇതുപോലെ RCC പോലുള്ളൊരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റിന് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് ചെല്ലുമ്പോഴും ഈ ആകുലതകൾ, 3 ആകുലതകളെ കുറിച്ചാണ് പറഞ്ഞത്. സാമ്പത്തിക വിഷയങ്ങളെ, കുടുംബത്തെക്കുറിച്ചുള്ളത്, അതിലും ഒരു മരണഭയം എന്ന് പറയാം. ഈ മരണഭയം തോന്നിയില്ല എന്ന് പറഞ്ഞല്ലോ. വാസ്തവത്തിൽ ഏത് മനുഷ്യനും ഒരു നടുക്കം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് നമ്മുടെ ജീവിതം അവസാനിച്ച് എങ്ങോട്ടാണല്ലേ, എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് മരണഭയം ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഫലമാണ്, ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപക്ഷെ പലർക്കും അത് പ്രയോജനപ്പെടുന്ന ഒരു വിഷയമായിരിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മരണഭയം മാറുന്നത്? അതിനെക്കുറിച്ചൊന്നോ? നല്ല ചോദ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളും മതകർമ്മങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് വഴി ദൈവത്തെ പ്രസാദിപ്പിച്ച് ഒരു പക്ഷേ സ്വർഗത്തിൽ ചെല്ലാമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ, ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കർമ്മങ്ങൾ ചെയ്താലും അന്ത്യകൂദാശ വരെ ചെയ്താലും പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ മരിച്ചതിന് ശേഷവും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അതുകൊണ്ട് അങ്ങനെ പല കർമ്മങ്ങളുണ്ട്. എന്നാൽ അങ്ങനെ ഒന്നും ചെയ്താലും സ്വർഗത്തിൽ പോകാമെന്ന് ഉറപ്പില്ല. എന്നാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ പിറ്റേ വർഷത്തിലാണ് ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നത്. അപ്പം ഞാൻ ഈ ചെറുപ്പത്തിൽ മുതൽ അന്വേഷിച്ച് നടന്ന ഒരാളായിരുന്നു സ്വർഗത്തിൽ എങ്ങനെ പോകാം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാനിടയായി. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും ശിക്ഷയ്ക്ക് പകരമാണ് കാൽവരിയിലെ കുരിശിൽ മരിച്ചത്. അതായത് നമ്മൾ ഈ നരകത്തിലേക്ക് ശിക്ഷാവിധിയിലേക്ക് പോകാൻ കാരണം നമ്മുടെ പാപങ്ങളാണ്. ആ പാപങ്ങൾ യേശു ക്രിസ്തു എനിക്ക് പകരം ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായിട്ട് സ്വർഗത്തിലേക്ക് പോകാം, ദൈവമകനായിത്തീരാം, ദൈവമകളായിത്തീരാം എന്ന് ബൈബിൾ അടിവരയിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. ഇത് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അത് വിശ്വസിച്ചത് മുഖാന്തരം പിന്നെ മരണത്തെക്കുറിച്ച് ആ നിലയിലൊരു ഭയം അങ്ങനെയുള്ള വിശ്വാസികളായ നമുക്ക് ആർക്കും, അങ്ങനെ വിശ്വസിക്കുന്ന ആർക്കും ഇല്ല. എന്നാൽ ന്യായമായിട്ടും പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ നാളെ മരിച്ചാൽ മരിച്ചു പോകുമല്ലോ എന്ന് ന്യായമായിട്ട് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കാതെ ഒന്നും ഇരുന്നില്ല. അങ്ങനെ മരിച്ചാലും സ്വർഗത്തിലായിരിക്കുമെന്നുള്ള ഉറപ്പ് 1. 2, ഞാൻ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സുവിശേഷകനായിട്ട് ചെയ്യുമ്പോഴെല്ലാം കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ എന്നെ വളരെയധികം ബലപ്പെടുത്തുകയും ഓർപ്പിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പകലുള്ളിടത്തോളം അവൻ്റെ പ്രവൃത്തി ചെയ്യുക, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി വരുന്നു എന്ന് പറയുന്നൊരു വചനമുണ്ട്. അപ്പോൾ യേശുക്രിസ്തു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏക ദൗത്യം എന്ന് പറയുന്നത് ലോകം മുഴുവനും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഈ രക്ഷ, എനിക്ക് കിട്ടിയ ഈ ദിവ്യ സമാധാനം, ഈ സേഫ് സോൺ, അത് മറ്റുള്ളവരോടും അറിയിക്കുക എന്നുള്ള ജോലിയാണ് ഞാനും ചെയ്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒത്തിരി അടുത്ത് പോവുകയും ഒത്തിരി പേരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ഒരു പ്രത്യാശ എന്ന് പറയുന്നത്, ഞാൻ കർത്താവിനോട് കൂടെയാണ്, ഞാൻ കർത്താവിലായിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ നരകശിക്ഷ തീർന്നതുകൊണ്ട് മരിച്ചാൽ, ഇന്നല്ലേ നാളെ ഞാൻ മരിച്ചാൽ സ്വർഗത്തിലായിരിക്കും എന്നുള്ള ഉറപ്പ്. പിന്നെ ചെയ്യേണ്ട അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നതെന്നുള്ള ഒരു ബോധ്യതയും ഹൃദയത്തിൽ ഉണ്ട്. അതുകൊണ്ട് എപ്പം എവിടെ വെച്ച് നിന്നാലും ദൈവത്തിൻ്റെ സമയത്ത് എന്നെക്കുറിച്ചുള്ള പദ്ധതി തീർന്നു എന്ന് ചിന്തിക്കാനും ദൈവം സഹായിച്ചു. അതെല്ലാം ദൈവകൃപയുടെ വലിയൊരു ഓക്കെ. അപ്പോൾ ആ സമയത്ത് ദൈവം ആ ഒരു വിശ്വാസം ഉറപ്പിച്ചു ഹൃദയത്തിൽ, അല്ലേ? നമുക്ക് ഇന്ന് മരിച്ചാൽ കർത്താവിനോട് കൂടെ ആയിരിക്കും. അതാ വാസ്തവത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം തരുന്ന വലിയ പ്രത്യാശയാണ്, ധൈര്യമാണ്, അല്ലേ? മരണഭയത്തിന് അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു എന്നാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ യേശുക്രിസ്തുവിലൂടെയുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ ധൈര്യം പറഞ്ഞെ
ഈ മരണകരമായ അസുഖത്തിൻ്റെ മുഖത്തും ധൈര്യത്തോടെ നിൽക്കാനായിട്ട് സഹായിച്ചു അല്ലേ? ദൈവത്തിൻ്റെ കൃപ ധാരാളം അതുകൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞു. അപ്പോൾ അതിനോട് ചേർത്ത് തന്നെ നമ്മൾ ആദ്യം സൗരം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ദൈവകൃപ ഒത്തിരി അനുഭവിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു എന്ന് പറഞ്ഞു. കുറച്ചുകൂടി അതൊന്ന് വിശദീകരിക്കാമോ? അതായത് ഈ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? നമ്മളൊക്കെ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയാറുണ്ട് സാധാരണഗതിയിൽ. പക്ഷെ അത് എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ഞാനൊരു സാധാരണ ആളാണ്. അച്ചാച്ചൻ പറഞ്ഞ പോലെ അത്രയും വലിയൊരു ധൈര്യമൊന്നും ഉള്ള ആളല്ല. പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാലോ. എനിക്കൊരു കഴിവില്ല, ഒറ്റയ്ക്കൊന്നും ഒരു കാര്യം ചെയ്യാനുള്ള പ്രാപ്തിയില്ല. ഇതുവരെ ഞാൻ ഒന്നും ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. എപ്പോഴും നിഴലായിട്ട് ഇങ്ങനെ നടന്നുള്ള ശീലമേ ഉള്ളൂ. അപ്പം പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹം ഇല്ലെന്നായിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ അവിടെ ബെഞ്ചിലിരിക്കുക. ഇവരെന്നെ അവിടെ കൊണ്ടിരുത്തി അവിടെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. ഹൃദയത്തിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല സൗര, എവിടുന്ന് വന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഒരു സമാധാനം, ദൈവം ഒരു ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഞാൻ കർത്താവിനോട് എൻ്റെ ഹൃദയത്തിൽ ദൈവം തോന്നിപ്പിച്ചത് ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതൊക്കെയും ദൈവം അനുവദിച്ചിട്ട് മാത്രമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ട് മാത്രമാണ്. പിന്നെ എനിക്ക് അപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രയാസം ഉണ്ടായത് എന്നാന്ന് ചോദിച്ചെന്നാൽ, ഞാൻ അച്ചാച്ചൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വിശ്വാസത്തിലുള്ളവർ. ബാക്കി എല്ലാവരും ഇപ്പോഴും കത്തോലിക്കരാണ്. ചേട്ടന്മാരും ഒക്കെ ഏറ്റവും ഇളയതാണ് ഇദ്ദേഹം. അപ്പം അവരെല്ലാവരും വലിയ പ്രയാസമൊന്നുമില്ല, ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കുമ്പോൾ ഏറ്റവും ഇളയ ആൾക്ക് ഈ ഒരു രോഗം വരുമ്പം ദൈവത്തിൻ്റെ നാമം ഞങ്ങൾ കാരണം ദുഷിക്കപ്പെടുമോ എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് വന്നു. കാരണം ഇവനിങ്ങനെ മാറിയതും കൊണ്ടാണ് ഈ ഒരു അസുഖം, അല്ലെങ്കിൽ അവരെല്ലാവരും അവർക്കാർക്കും അങ്ങനെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് വന്നു. ദൈവമേ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ, അവരങ്ങനെ പറയുമോ, ചിന്തിക്കുമോ? അപ്പോഴും അങ്ങനെ ചിന്തിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് എൻ്റെ ഹൃദയത്തിലൊരു ഭാരം തോന്നിയെങ്കിലും ദൈവകൃപ എനിക്ക് ധാരാളം അനുഭവിക്കാൻ പറ്റി. എനിക്കിങ്ങനെ ഞാനങ്ങ് ചിന്തിച്ചു, ദൈവം അറിയാതെ അല്ല ഒന്നും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ദൈവത്തിന് വ്യക്തമായിട്ടൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ആ ഉദ്ദേശത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതേ എനിക്ക് പറ്റൂ. വേറെ ഒന്നും എനിക്ക് അതിനകത്ത് ചെയ്യാനില്ല. അപ്പം ഞാൻ അങ്ങനെ അങ്ങ് ദൈവത്തിന് സങ്കടമില്ലാഞ്ഞിട്ടോ കരച്ചിലില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല, പക്ഷെ ഹൃദയത്തിലൊരു വലിയ സമാധാനം ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഞാനങ്ങ് കൊടുത്തു. കാരണം അതല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പൂർണ്ണമായിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന്റെ ഹിതം എന്താന്ന് ദൈവം അനുവദിക്കുന്ന പോലെ നമുക്ക്, അല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ലല്ലോ. അതോടുകൂടി ഹൃദയത്തിന്റെ ഒത്തിരി ആശ്വാസം കിട്ടി. ഭാരം ഒരു പരിധി വരെ ഭാരം ഇറങ്ങിപ്പോയി എങ്കിൽ ഇല്ലെന്നല്ല, നമ്മൾ അഭിമുഖീകരിക്കുകയാണല്ലോ. പിന്നീട് എനിക്ക് ബലം കിട്ടിയത് മുഴുവൻ ഒരുപാട് സഹോദരിമാരും എല്ലാവരും എനിക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം അവരുടെ ഓരോ ഹോസ്പിറ്റലിലായി കഴിഞ്ഞതിന് ശേഷമൊക്കെ ആണെങ്കിലും ഓരോരോ വോയിസ് മെസ്സേജുകളിലൂടെയും ഒക്കെ എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്, എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ധൈര്യമായിട്ടിരിക്കണം, അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് തരും, ഇങ്ങനെ ഓരോരോ വചനങ്ങൾ അവരെനിക്കിങ്ങനെ പാലായിലെ സഭയിലുള്ള സൗകര്യമാരും അതുപോലെ കൊല്ലത്തുണ്ടായിരുന്ന വിനു അങ്ങനെയൊക്കെ എനിക്കിങ്ങനെ മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരുന്നു. അപ്പം അതൊക്കെ എന്നെ ഒത്തിരി ബലപ്പെടുത്തി. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു പ്രൊസീജിയർ അല്ലോ, കീമോയോ അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോയപ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അനുഭവത്തേക്കൂടെ ബ്രദർ എങ്ങനെയാണ് കടന്നു പോയത്? അവിടെയാണ് ദൈവകൃപയുടെ വീണ്ടും അടുത്തൊരു പടി എന്ന് പറയുന്നത്. കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു കീമോ ആണ്, 24 മണിക്കൂറുള്ള 7 കീമോ ആണ് ആദ്യം. അപ്പം അതൊക്കെ പറയുമ്പം പുള്ളി അതിൻ്റെ ഗൗരവത്തോടെ പറഞ്ഞു, 24 മണിക്കൂറുള്ള 7 കീമോ 7 ദിവസം തുടർച്ചയായിട്ട്. അപ്പം ഞാനതൊന്നും വലിയ ഗൗരവമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല. മനസ്സിലാകാഞ്ഞിട്ടാണോ എന്താണോ, നമ്മളതൊന്നും വലിയ കീമോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ 24 മണിക്കൂറുള്ള 7 ദിവസത്തെ കീമോ, അതുപോലെ തന്നെ പിന്നെ വീണ്ടും 3 സൈക്കിള്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വളരെ പ്രയാസങ്ങളുണ്ടാകും, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വരും, അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാകാം, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും ഇപ്പം പടിപടിയായിട്ട് വരുമ്പം അത് ഇങ്ങനെ ഉണ്ടെന്നൊന്ന് അറിഞ്ഞ് ഇരുന്നാൽ മതി. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ
പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും അപ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിനെ സംബന്ധിച്ച് അത്ര അങ്ങനെ ഒരു ഗൗരവം തോന്നാതെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ചെയ്യുന്ന എന്ത് ട്രീറ്റ്മെൻറ്റും ചെയ്യുക, ഞാനതിന് സഹകരിക്കും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും എന്നൊക്കെ അങ്ങോട്ട് ഡോക്ടറോട് ഉറപ്പ് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു നല്ല പോസിറ്റീവ് ചിന്തയാണെങ്കിൽ ഭേദമാകാൻ എളുപ്പം വരും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ചികിത്സ ആരംഭിച്ച ശേഷവും എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായത് ഒരു ട്രിപ്പ് കയറ്റുന്ന ലാഘവത്തോടെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഈ പറയുന്ന പോലെ ഒത്തിരി പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ചെറിയ ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചില ദിവസങ്ങൾ കടന്നു പോകും തോറും ഉണ്ടായിരുന്നു എന്നെങ്കിലും ഈ സാധാരണ ഒരു ക്യാൻസർ രോഗികളൊക്കെ പറയുന്നത് പോലെയുള്ള ഉണ്ടാകുന്നതായിരിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഇവർ ഓരോ ദിവസവും വന്ന് നോക്കുമ്പോൾ വാ പൊട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെ സെൻസിറ്റീവ് ആയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കക്ഷം ഇങ്ങനെയുള്ളിടത്തൊക്കെ പൊട്ടുന്നുണ്ടോ, ബ്ലീഡിങ് ഉണ്ടാകാം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നോക്കി ദൈവകൃപയാൽ അത് അവിടെയൊക്കെയാണ് ദൈവകൃപയുടെ അതിശക്തമായിരിക്കുന്ന വ്യാപാരം നമ്മൾ കണ്ടത്. ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുമ്പോൾ കവിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ നമ്മളുടെ മേൽ ഇത്രമേൽ ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ പറയുന്ന പ്രയാസം ഒരേ ഒരു ദിവസം മാത്രം മൂക്കിൻ്റെ ചെറിയ രീതിയിലൊരു ബ്ലഡ് ഒന്ന് പനയ്ക്കുന്നത് പോലെ വന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ ഒരു ദിവസം മോഷനിലും കളർ മാറി ഒരു ബ്ലഡ് വരുന്ന പോലെ, അത് രണ്ടും വലിയ പ്രശ്നമുള്ള കാര്യമല്ലെന്നും ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 7 കീമോ മുന്നോട്ട് പോയി. ഏകദേശം 4 കഴിഞ്ഞപ്പോഴത്തേക്ക് 4-ന് മുമ്പ് 3-ാമത്തെ ആണെന്ന് തോന്നുന്നു, 3-ാമത്തെ മുതലൊരു വേറൊരു മരുന്ന് മാറ്റി കയറ്റും. അങ്ങനെ മാറ്റി ചെയ്ത ആ മരുന്നൊക്കെ മെഡിസിനൊക്കെ ചെയ്യുമ്പം ഡോക്ടർ ഇവരോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്, വളരെ പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ദൈവം സഹായിച്ച് അതൊക്കെ ഒരു നോർമൽ കോഴ്സ് പോലെ ദൈവം അത് നടത്തി തന്നു എന്നുള്ളത് ദൈവകൃപയുടെ വലിയൊരു കാര്യമാണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ കീമോ നടക്കുമ്പോൾ ഇനി സൗകര്യമായിരുന്നല്ലോ, കൂടെ ഉണ്ടായിരുന്ന റൂമിൽ വേറെ ആർക്കും പ്രവേശനം ഇല്ലായിരുന്നല്ലോ അല്ലേ? അപ്പം ഈ സഹോദരൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് സഹോദരി അതെങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ഡോക്ടർ പറഞ്ഞായിരുന്നു, ഈ കീമോ ചെയ്യുമ്പോൾ പനി വന്നാൽ പ്രശ്നമാണെന്ന് പറഞ്ഞായിരുന്നു. പനി വരാതെ കീമോ മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം 2-ാമത്തെ കീമോ കഴിഞ്ഞ് 3-ാമത്തെ കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ പനി തുടങ്ങി. പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിട്ട് പനിച്ചു. അപ്പം തിരുതര വന്ന് അവർ പനി നോക്കുമ്പോഴെല്ലാം പനി കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു, ട്രിപ്പായിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തു, അങ്ങനെ എല്ലാം കൊടുത്തിട്ട് പനി കുറയുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം ഡോക്ടർ ഈ പിക്കിൻ്റെ ഈ ഭാഗം, അതായത് കയ്യിലൊരു പിക്ക് ലൈൻ കൊടുത്തിട്ട് അതിലേക്കൂടെയാണ് കീമോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നീര് വെച്ചു, ഈ പിക്ക് കൊടുത്തിരിക്കുന്ന ഈ കൈ മൊത്തം നീര് വെച്ചിട്ട് ഒരുമാതിരി ചുമന്നു. അപ്പം ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. കൈ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ അവിടെ പിക്ക് ബ്ലോക്ക് ആയിട്ടുണ്ട്, അവിടെ ബ്ലഡ് ഇങ്ങനെ കോട്ട് ചെയ്ത് കിടക്കുക. പിന്നെ ദൈവം സഹായിച്ച് ആ പിക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞത് ആ പനി മാറി. അപ്പോൾ അതിൻ്റെ പനിയായിരുന്നു. അപ്പോൾ ആ പനി വന്നപ്പോൾ ഞാൻ കുറച്ച് പേടിച്ചു. കാരണം ഡോക്ടർ പറഞ്ഞായിരുന്നു പനി വന്നാൽ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് പനി വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ എല്ലാ സൗകര്യമാരെ എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ ഇത് പിക്കിൻ്റെ ആയിരുന്നതും കൊണ്ട് പിക്ക് മാറ്റിയതോടെ പനി മാറി. പിന്നെ അല്ലാതെ നോർമലി കയ്യെ കൂടെ കയറ്റി. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. മറ്റേ ഈ പിക്ക് ലൈനിൽ കൂടി മരുന്ന് കയറുന്ന പോലെ അല്ലല്ലോ. സാധാരണ ട്രിപ്പ് ഇടുമ്പോൾ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റുമ്പോൾ പ്രശ്നമാണ്. മറ്റേ നമുക്ക് ഇച്ചിരി അത്രയ്ക്ക് കുഴപ്പമില്ല, ഇങ്ങനെ കയറിക്കോളും. പക്ഷെ ആ സമയത്ത് നമുക്ക് ഒട്ടും ഉറങ്ങാനോ ഒന്നും പറ്റിയല്ല. കാരണം ആ സമയത്ത് സേഫാണ്. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ വന്നില്ല. പ്രശ്നം ഇല്ലെന്നല്ല, ഓക്കാനോ ഉണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള മടുപ്പൊക്കെ തോന്നുന്നുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. പിന്നെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി ബലം കിട്ടുന്നുണ്ടായിരുന്നു. സഹോദരിമാരെല്ലാവരും ഇങ്ങനെ നമുക്ക് പല വിധത്തിൽ അവർ മെസ്സേജിലൂടെ എല്ലാം നമ്മളെ, ആ ദൈവത്തിൻ്റെ കൃപ ആ സമയത്ത് ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയം നമ്മൾ അങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോയി. പിന്നെ നേഴ്സുമാരുടെ ഒക്കെ ആണെങ്കിലും അവരും എല്ലാം നല്ല കെയറിങ് ആയിരുന്നു. അതോടെ ഈ കൂട്ടത്തിലൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, അവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ നിങ്ങളോട് എങ്ങനെയായിരുന്നു, അവരുടെ സമീപനം എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് RCC എന്നൊക്കെ കേട്ടേ ഉള്ളൂ, നമുക്കറിയില്ല. സർക്കാരിൻ്റെ സ്ഥാപനമാണ്. അവിടെ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. നമ്മളെപ്പോഴും സാധാരണ ഒരു ഗവൺമെൻറ് ആശുപത്രിയെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ എങ്കിലും അവിടെ ചെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം ജൂനിയർ ഡോക്ടർ, അതിനുശേഷം സീനിയർ ഡോക്ടറൊക്കെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞുവെങ്കിലും ചികിത്സിച്ച ഡോക്ടർ സുഗീത MT എന്ന് പറയുന്ന സാറാണ്.
അദ്ദേഹം വളരെ സ്നേഹത്തോടെ വളരെ കരുതലോടെ ഒക്കെ ആയിരുന്നു ഞങ്ങളോട് ഇടപെടുന്നത്. എന്നും റൂമിൽ വരുമ്പോഴാണേലും ചാൾസ് ജി എന്ന് വിളിച്ചുകൊണ്ട് റൂം തുറന്ന് കയറി വരുമ്പോൾ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പോകാൻ നേരത്ത് തോളയിലൊക്കെ തട്ടി. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പം നോർമലായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു എന്ന് കണ്ടു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണെങ്കിലും എൻ്റെ ജോലികളൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തോളാൻ പറഞ്ഞു. ഒന്നെങ്കിൽ ലാപ്ടോപ്പിലോ ഫോണോ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, അങ്ങനെ ആക്റ്റീവായിട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാ നിലയിലും നല്ലൊരു മോറൽ സപ്പോർട്ടും ട്രീറ്റ്മെൻറ്റിലും ഒക്കെ നല്ല ഒരു പെരുമാറ്റമായിരുന്നു ഡോക്ടറുടെയും. അതുപോലെ തന്നെ മറ്റ് നേഴ്സുമാരുടെ ഭാഗത്തു നിന്നാണേലും നല്ല പെരുമാറ്റമായിരുന്നു. നല്ല നിലയിൽ അവരുടെ ഇടപെടലൊക്കെ കാണുമ്പം നമുക്കിതൊരു ഗവൺമെൻറ് ആശുപത്രി ആണെന്ന് തോന്നുക പോലും ഇല്ലാത്ത നിലയിലായിരുന്നു അവിടുത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ. അവിടെയൊക്കെ ഞങ്ങളും ചിന്തിച്ചു, അപ്പം ഈ ഡോക്ടേഴ്സ് നേഴ്സുമാരൊക്കെ നമ്മളോട് ഇത്രയും നല്ല കൈൻഡായിട്ട് ഇടപെടുന്നത് ഒക്കെ ദൈവത്തിൻ്റെ ഒരു മഹാകൃപ തന്നെയാണ് എന്ന് തോന്നി. പിന്നെ മാക്സിമം നമ്മൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ. ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന, രോഗികളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പോലെ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് രോഗികൾ തയ്യാറാകാതെ വരുമ്പോൾ, സഹകരിക്കാതെ വരുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ എല്ലാത്തിനോടും ഫുൾ സപ്പോർട്ടായിരുന്നു, ഫുൾ സഹകരണമായിരുന്നു. കാരണം നമ്മളും ഡോക്ടർ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. രാവിലെ 4:30 എണീക്കണം. 4:30 എണീറ്റ് കുറച്ച് സമയം മരുന്ന് ഇട്ട് വെള്ളത്തിലിട്ടിരിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കണം. അതുപോലെ തന്നെ എന്ത് ചായ കുടിച്ചാലും കുലുക്കുഴിയണം, മൗത്ത് വാഷൊക്കെ ഉപയോഗിച്ച്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് ഒന്ന് ബോധ്യതയുണ്ട്. അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം മാത്രമാണ് എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് വന്നു. ഭക്ഷണം മുന്നേ വന്ന് കഴിയുമ്പം കഴിക്കാൻ മേല, അങ്ങനെ ഭയങ്കര സങ്കടം. അപ്പം ഞാൻ എൻ്റെ ഒരു തീരുമാനവും ഡോക്ടറോട് പറഞ്ഞ വാക്കും അങ്ങനെയാണ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനെ ഏറ്റവും രോഗം ഭേദമാകാൻ നന്നാകും എന്നൊക്കെ ഒരു തിരിച്ചറിവ് നമുക്ക് നേരത്തെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് 1-2 വട്ടം നമുക്ക് കരയാനിടയായി. കാരണം അതുപോലെ കഴിക്കാൻ ആഗ്രഹിച്ചിട്ടും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ 2-3 പ്രാവശ്യങ്ങൾ അങ്ങനെയുള്ള പ്രയാസം ഉണ്ടായി. നമ്മൾ കരഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്തും വരട്ടെ എന്ന് വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വാരി കഴിച്ചു. അങ്ങനെയൊക്കെ കഴിച്ചതും ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കാതെ ഇരിക്കും, അങ്ങനെയൊന്നും ചെയ്യാതിരുന്നതും ഒക്കെ പെട്ടെന്ന് തന്നെ ബോഡി ഒരിക്കലും വീക്കാകാതെ ഒക്കെ ഇരിക്കാൻ ദൈവം സഹായിച്ചു. അതൊക്കെ ദൈവകൃപയുടെ എന്താ പറയുന്നത്, കവിഞ്ഞൊഴുക്കുന്നോ കുത്തൊഴുക്കുന്നോ ഒക്കെ പറയാം. അതിങ്ങനെ ഉടനീളം നമുക്ക് അനുഭവിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം പിന്നെ അവിടുത്തെ ക്യാൻറ്റീനിൽ കഴിക്കാൻ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ തിരുവനന്തപുരത്തെ സാബു സഹോദരൻ്റെ നേതൃത്വത്തിലെ സഹോദരങ്ങൾ ഓരോ ദിവസവും ഓരോ നേരവും മാറി 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 അങ്ങനെ അവിടുന്ന് പോരുന്നത് വരെ മടുപ്പില്ലാതെ അവരുടെ ശുശ്രൂഷകളും അവരുടെ സ്നേഹവും ഒക്കെ അനുഭവിക്കാനിടയായി തീർന്നു. അതും നമുക്ക് ഭക്ഷണത്തോട് വിരക്തി വരാതെ ഭക്ഷണം കഴിക്കാനൊക്കെ ദൈവം സഹായിച്ചു. ഒരു സഭാ ജീവിതത്തിൻ്റെ ഒത്തിരി നന്മകൾ നിങ്ങൾ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. പ്രത്യേക അതിലും എടുത്തു പറയേണ്ടതായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബ്ലഡ് ക്യാൻസർ ആണല്ലോ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ വേണ്ടിവരുന്ന ഒന്നാണ് ബ്ലഡും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റും. അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ആളുകളെ കൊണ്ടുവന്ന് പരിശോധിച്ച് അത് മാച്ചായി അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ തന്നെ ചിലവുകൾ എന്ന് പറയുന്നത് വലിയ ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ ഓരോ കീമോയും ഓരോ കഴിയും തോറും നമ്മളുടെ ബോഡിയിലേക്ക് വീണ്ടും ബ്ലഡും ആവശ്യത്തിന് പ്ലേറ്റ്ലെറ്റുകളും ഒക്കെ കയറണം. ഈ മരുന്നുകൾ കയറ്റുന്നത് കൂടാതെ, ട്രീറ്റ്മെൻറ്റ് കൂടാതെ ബ്ലഡും പ്ലേറ്റ്ലെറ്റും ഇത് കഴിഞ്ഞ് കീമോ കഴിഞ്ഞ് ഇങ്ങനെ ആഴ്ചകൾ കയറ്റണം. എന്നിട്ട് വേണം കൗണ്ട് കൂടി കുറഞ്ഞ് അത് ലെവലായിട്ടൊക്കെ വരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേലും തിരുവനന്തപുരത്തെ സഭയിലെ അനിൽ കുരുവിള ബ്രദർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അവിടെ ഉള്ള കുട്ടികൾ, സ്റ്റുഡൻസ്, കേരളത്തിൻ്റെ നല്ല ഇന്ത്യയുടെ നാനാ ഭാഗത്തുള്ള കുട്ടികൾ, സ്റ്റുഡൻസാണ് അവിടെയുള്ളത്. അവർ ആവശ്യാനുസരണം ഒരു 3 പേര് 4 പേര് വരുന്നവരെ സാബു സഹോദരനത് മാനേജ് ചെയ്ത് ബ്ലഡ് എടുക്കേണ്ടവരുടെ ബ്ലഡ്, പ്ലേറ്റ്ലെറ്റ് എടുക്കേണ്ടവരുടെ പ്ലേറ്റ്ലെറ്റ് എപ്പോഴും നമുക്കെപ്പോഴും അവിടെ സ്റ്റോക്കായിരുന്നു. അപ്പം അങ്ങനെ ഒരു വലിയ സഭാജീവിതത്തിൻ്റെ വലിയ നന്മകൾ ഒത്തിരിയാണ് അവിടെ അനുഭവിക്കാൻ. അങ്ങനെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു തരാനും
ആളുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസമാണ്. ഒരു കാര്യവും നമ്മൾ ആവശ്യപ്പെടാതെ അല്ലെങ്കിൽ ചോദിച്ച് നടക്കാതെ അതെ, ബ്ലഡ്, ഭക്ഷണം, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളാകട്ടെ, ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാകട്ടെ, ഡ്രസ്സ് എനിക്കവിടെ യൂണിഫോമാണ്, എനിക്കവിടെ ഡ്രസ്സുകൾ ഉണ്ട്, അതൊന്നും അവിടെ വാഷ് ചെയ്തിടാൻ പറ്റില്ല. അപ്പോൾ ആ വാഷിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അകമഴിഞ്ഞ് സഹകരിച്ച സഹോദരങ്ങളൊക്കെ അവിടെ വളരെ ആണ്. ആ നിലയിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കാരണം നമുക്ക് ചെയ്യാൻ അവിടെ പറ്റാത്ത പല കാര്യങ്ങളും അവര് വളരെ സ്നേഹത്തോടെ, നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത് അവരുടെ കൊടുക്കാൻ, പക്ഷെ അവര് നമ്മളോട് പറയും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട, ഇത് ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു സൽപ്രവൃത്തി ചെയ്യാൻ തന്ന ഒരു അവസരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് നമുക്ക് അതൊക്കെ ചെയ്തത്. അവരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവരൊക്കെ. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ സംബന്ധിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ച് തുടക്കത്തിൽ, പക്ഷേ എങ്കിലും അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ സത്യം സത്യമായി എന്ന പ്രോഗ്രാം, ആ ഒരു ശുശ്രൂഷ, അതിനെക്കുറിച്ചൊരു വാക്ക് പറയാം. എന്താണ് നിങ്ങൾ വാസ്തവത്തിൽ ചെയ്യുന്നത്? സത്യം സത്യമായി എന്ന് പറയുന്ന TV പ്രോഗ്രാം ആണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമ്മൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത്, എൻ്റെ ജോലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സുവിശേഷകനാണ്. അപ്പോൾ ആ നിലയിലൊരു സുവിശേഷ ഹൃദയമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഈ സത്യസുവിശേഷം സകലരിലേക്കും എത്തിക്കുക എന്നുള്ള യഥാർത്ഥമായിരിക്കുന്ന ഒരു താല്പര്യം പ്രകാരമാണ് നമ്മൾ TV പ്രോഗ്രാം ആരംഭിച്ചത്. അത് TV പ്രോഗ്രാം ആരംഭിക്കാം എന്ന് വിചാരിച്ചുമല്ല, നമുക്ക് ഈ നശിച്ചു പോകുന്ന ആളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓരോ ദിവസവും എത്രയോ മനുഷ്യർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. അപ്പോൾ അവർ പലരും നമ്മൾ അനുഭവിക്കുന്ന ഈ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താലുള്ള രക്ഷ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അത് ഉറപ്പാക്കാത്തവരായിട്ട് അനേകർ ഓരോ ദിവസവും ലോകത്തു നിന്ന് മറഞ്ഞു പോവുകയാണ്. അപ്പോൾ അവർ ഓരോരുത്തരും ഈ സത്യസുവിശേഷം എത്രയും വേഗം കേൾക്കണം, അറിയണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ മഹാനിയോഗ നിവൃത്തിയുടെ ഭാഗമായിട്ട് ഏകദേശം ഇപ്പം 100-ലധികം സഹോദരന്മാർ പല ഭാഷകളിലായിട്ട്, മലയാളത്തിൽ നമ്മൾ ആരംഭിച്ചു, മലയാളത്തിൽ ഒരു TV ആരംഭിച്ച് ഇന്നിപ്പം 5 ഭാഷകളിൽ TV പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. അതാത് ഭാഷകളിലുള്ള സഹോദരന്മാർ അതിൽ പ്രസംഗിക്കുന്നു. അത് പ്രസംഗിക്കപ്പെടുന്നതും ഈ കാര്യമാണ്, യേശുക്രിസ്തു മനുഷ്യനെ സ്നേഹിക്കുന്നു, യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചു. അത് സാക്ഷാൽ ദൈവമായിരിക്കുന്ന ഈ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് പാപികളായ ഓരോ വ്യക്തിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അവരുടെ വേറെ ഏതെങ്കിലും കർമ്മങ്ങൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ അവർക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത ഈ രക്ഷ അത് സൗജന്യമായിട്ട് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ സംലബ്ധമാവുകയാണ്. അപ്പം അതുകൊണ്ട് ഈ യേശുക്രിസ്തു നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരും ഈ നിമിഷം പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നതിലൂടെ അവർക്ക് ദൈവമക്കളായി തീരാനായിട്ട് കഴിയും. അത് ലോകത്തോട് വിവിധ നിലകളിൽ അറിയിക്കുക എന്നുള്ളതാണ് സത്യം സത്യമായി എന്ന് പറയുന്ന TV പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 ഇന്ത്യൻ ഭാഷകളിലാണിപ്പം ഇത് പ്രക്ഷേപണം ചെയ്യുന്നത് TV-യിൽ, അല്ലേ? TV-യിൽ. അത് മാത്രമല്ല, 5 മാത്രമല്ല, നമ്മൾ ഏകദേശം 12ഓളം ഭാഷകളിലുണ്ട്. നോർത്ത് ഈസ്റ്റ് മേഖലകളിൽ ആസാമി, ബംഗാളി, നാഗ തുടങ്ങിയ ഭാഷകളിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ ഉത്തരവാദിത്വം കുറേ കാര്യങ്ങൾ സണ്ണിച്ചൻ തന്നെ ചെയ്യുന്നതുമാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷിലുണ്ട്, അതുപോലെ തന്നെ മറാഠിയിൽ, ഭോജ്പുരിയിലൊക്കെ മെസ്സേജുകളുണ്ട്. ചില മെസ്സേജുകളൊക്കെ നമ്മൾ എഡിറ്റിംഗ് വർക്ക് അങ്ങനെ പുരോഗമിക്കാനുണ്ട്. അങ്ങനെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 12ഓളം ഭാഷകളിൽ നമ്മൾ ഇന്ന് സത്യസുവിശേഷം എത്തിക്കുന്ന. അവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇതാണ്, മറ്റ് ചാനലുകളിലൊക്കെ ഒത്തിരി ക്രിസ്തീയ പ്രോഗ്രാംസ് ഉണ്ടല്ലോ. പല ക്രിസ്തീയ പ്രോഗ്രാമുകളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സൗഖ്യം നൽകുന്ന ഒരു ദൈവം, സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ബന്ധനങ്ങളെ അഴിക്കുന്ന ആ ഒരു ലൈനിലുള്ള സന്ദേശങ്ങളെ കൂടുതലും ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഈ സത്യമായി ചാനൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, വളരെ ലളിതമായിട്ട് ഒരു പാപിയായ മനുഷ്യനെ എങ്ങനെ ദൈവസന്നിധിയിലെത്താം എന്ന ആ ഒരു സന്ദേശം മാത്രമാണ് തുടർമാനമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് ഇതാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉയർത്തി കാണിക്കുന്ന ഒരു പ്രോഗ്രാം അല്ല ഇത്. മറിച്ച് സൂചിപ്പിച്ച പോലെ 100-ലധികം
സഹോദരന്മാര് ഇതിനകത്ത് സന്ദേശം നൽകാനായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ കൃത്യമായിട്ട് കണക്കെടുക്കാത്തതുകൊണ്ടാണ്. കാരണം ഓരോ മാസവും പുതിയ പുതിയ സഹോദരന്മാരും പ്രസംഗത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാളെ 2 പേരെയോ ഇല്ലെങ്കിൽ ഒരു 3-4 പേരെയോ കേന്ദ്രീകരിച്ച് ചെയ്യാതെ അതാത് ഭാഷകളിൽ സുവിശേഷം നന്നായിട്ട് പ്രസംഗിക്കുവാൻ കഴിയുന്ന നമ്മുടെ പ്രാദേശിക സഭയിലുള്ള അനേക സഹോദരന്മാരാണ് ഇത് പ്രസംഗിക്കുന്നത്. ഇപ്പോൾ ഈ പലര് ചെയ്യുന്നതിൻ്റെ ഒരു നന്മ പല സ്റ്റൈല്, പല ആളുകളുടെ പല പ്രസംഗ രീതികളും അതുപോലെ പല ആളുകളുടെ പഠനത്തിൻ്റെ ഫലമൊക്കെ എല്ലാവർക്കും കിട്ടാനായിട്ട് ഇടയായി തീരുന്നു എന്നുള്ള നല്ല കാര്യം അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മിനിസ്ട്രി ബ്രദർ രോഗത്തിൻ്റെ പ്രയാസത്തിലായി, ഹോസ്പിറ്റലിലായി, ബെഡിലായി, അതിനെക്കുറിച്ചൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇനി എന്താകും എന്നൊരു ചിന്തയുണ്ടായിരുന്നോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ടതോ ഭാരപ്പെടേണ്ടതോ ആയ ഒരു വിഷയം വന്നില്ല. പ്രോഗ്രാം തുടങ്ങുന്ന കാലം മുതൽ അതിങ്ങനെ ഞാനില്ലെങ്കിലും ഈ കാര്യം മുന്നോട്ട് പോകണം എന്ന നിലയിൽ നമ്മൾ പല കാര്യങ്ങളും ക്രമീകരിച്ച് ആണ് ഓരോ ഭാഷയിലും പോകുന്നത്. ഓരോ ഭാഷയിലും ഞാൻ പറഞ്ഞ പോലെ പ്രസംഗിക്കുന്നത് അതാത് ഭാഷയിലുള്ള സഹോദരന്മാരാണ്. ഷൂട്ടിങ്ങിന് അതാത് സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിൽ, മഹാരാഷ്ട്രയിൽ, കന്നഡയിൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ആ രീതിയിൽ സഹോദരന്മാരെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഷൂട്ടിങ്ങിന് യാത്രയിൽ പോകുമ്പോഴൊക്കെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന നോബലിനാണേലും അറിയാം, നമ്മൾ പോകുന്ന വഴികളിലും ഇങ്ങനെ ഞങ്ങൾ വാഹനത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു മിനിസ്ട്രിയുടെ പുറകിൽ ഓരോ നിലകളിൽ ഓരോരുത്തർക്കും അതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വലിയൊരു ഭാഗ്യമാണ് എന്ന് മാത്രം ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഓരോരുത്തർക്കും അതിൽ വിലയുള്ളവരാണ്. അല്ലാണ്ട് ഒരാൾ പ്രധാനപ്പെട്ട ആൾ എന്ന നിലയിലല്ല, നമുക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു രീതിയിലല്ല നമ്മൾ ചിന്തിച്ച് കാര്യങ്ങളെ മുന്നോട്ട് പോകുന്നത്. ഇദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഈ TV പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്? അത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞല്ലോ, പിന്നെ കമ്പ്യൂട്ടറോ മൊബൈലോ ഒന്നും ഉപയോഗിക്കുന്നതിന് ആദ്യം ഞങ്ങൾ ഓർത്തായിരുന്നു ഈ കീമോ ചെയ്യുമ്പം ഫോണൊന്നും ഉപയോഗിക്കത്തില്ലായിരിക്കുമെന്ന്. അപ്പോൾ ഡോക്ടർ ഒരു ദിവസം ചോദിച്ചു ഫോണൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനെ ആക്റ്റീവായിട്ടിരുന്നോളാൻ പറഞ്ഞു. അപ്പം മുതൽ പിന്നെ ഇദ്ദേഹം ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ സഹോദരന്മാരെയൊക്കെ വിളിച്ച് ഓരോ സ്ഥലത്തെ ഷൂട്ടിങ്ങുകളൊക്കെ ക്രമീകരിക്കുകയും അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുകയും അതുപോലെ എഡിറ്റ് ചെയ്യുന്നവരെ വിളിക്കുക, അങ്ങനെ എല്ലാവരെയും വിളിച്ച് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ കോർഡിനേഷൻ്റെ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത്രയും ഒരു മാരകമായ രോഗത്തിൻ്റെ ചികിത്സയിലൂടെ കടന്നു പോകുമ്പോഴും ഈ സുവിശേഷത്തിൻ്റെ ആ ഒരു വേല അത് ചെയ്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയത്. വാസ്തവത്തിൽ അതും ഒരു വലിയ ദൈവകൃപയുടെ. അതിന് എനിക്ക് അന്നേരം പറ്റുമോയെന്ന് അറിയില്ല. എനിക്ക് പറ്റിയില്ലെങ്കിൽ പോലും മലയാളത്തിൻ്റെ കാര്യത്തിലും മൊത്തത്തിൽ ടിജോ സഹോദരനോ അങ്ങനെയുള്ളവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടും ഉണ്ടായിരുന്നു. ഓരോ ഭാഷയുടെയും കോർഡിനേറ്റർമാരുണ്ട്, അവർ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുമുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അത് സഹോദരൻ ഒരു പക്ഷേ കുറച്ചുകൂടി മനസ്സൊക്കെ ഒന്ന് ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ആക്റ്റീവായിട്ടിരിക്കാൻ സാധിച്ചു. നല്ലൊരു കാര്യമായിട്ട് തോന്നി അല്ലേ? അപ്പോൾ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയ നിങ്ങൾ അനുഭവിച്ച ഏറ്റവും നല്ല കാര്യം എന്ന് പറയാൻ സാധിക്കുന്ന, ഒരു നന്മ എന്ന് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിശ്ചയമായിട്ടും ഒരു നന്മയല്ല, പറയാൻ ധാരാളം ഉണ്ട്. എങ്കിലും എടുത്തു പറയേണ്ട 2-3 നന്മകളുണ്ട്. ഏറ്റവും കുറഞ്ഞ വർഷം ഒരു നന്മയെന്ന് പറഞ്ഞ് ഒതുക്കുന്നത് ശരിയല്ല. ഒന്ന്, ഞങ്ങൾക്ക് അവിടെ ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് വരുന്ന നേഴ്സുമാർ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ ഞങ്ങളെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ റൂമിൽ എപ്പോഴും പ്രാർത്ഥനയോ അല്ലെങ്കിൽ മെസ്സേജുകളോ പാട്ടുകളോ ഒക്കെ ഇങ്ങനെ വെച്ച് കാണുമ്പം പല സിസ്റ്റേഴ്സും അവിടെ വരുന്ന സ്റ്റാഫുകളൊക്കെ ചോദിക്കുക, നിങ്ങളേത് പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരോടും അല്ലാത്തവരോടും ഒക്കെ അവസരമെടുത്ത് ഞങ്ങൾ സുവിശേഷം പറയുമായിരുന്നു. അങ്ങനെ സുവിശേഷം പറഞ്ഞ് താല്പര്യം കാണിച്ച പല സ്റ്റാഫുകൾ അവിടെ ഉണ്ടെങ്കിലും ഒരു സ്റ്റാഫ് ദൈവകൃപയാൽ ഞങ്ങളുമായിട്ട് കൂടുതൽ കേൾക്കാനും താല്പര്യപ്പെടുകയൊക്കെ ചെയ്തു. അവരൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്നവരാണ്, എങ്കിലും
അവർക്ക് ഈ പറഞ്ഞതുപോലെ രക്ഷയുടെ ശരിയായ വഴികളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവിന് കൂടെ ബൈബിൾ പഠിക്കാൻ താല്പര്യമുണ്ട്, അതിനുള്ള അവസരവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ നമ്മളെ തിരുവനന്തപുരത്തെ സഭയുമായിട്ട് ബന്ധിപ്പിച്ച് സാബു സോറിനും ലിൻസോരിയും അവരുമായിട്ട് കണ്ട് പിന്നെ സംസാരിച്ച് എന്തായാലും ഞങ്ങൾ അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ അവർ സഭയോടുള്ള ബന്ധത്തിൽ അവരുമായിട്ട് കൂട്ടായ്മയിൽ പോവുകയും നല്ല കാര്യമാണ്. നിശ്ചയമായിട്ടും വലിയൊരു നന്മയാണ് അവർ സഭയോടുള്ള ബന്ധത്തിൽ അങ്ങനെ ചേർന്ന് പോകാനിടയായി എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യത്തിൽ ഒന്ന് അതാണ്. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബക്കാർ, ഇപ്പം മിനി മുൻപ് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒക്കെ ഈ അസുഖം വന്ന് ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഇതിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമോ എന്ന് ഭാരപ്പെട്ടിരുന്നത് നേരെ തിരിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്നുമുള്ള ചേട്ടൻ്റെ മകന് ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞൊരു കാര്യം, കുഞ്ചാച്ചൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ചെറുപ്പക്കാരായിരിക്കുന്നവർ പോലും കോവിഡിന് ശേഷം പെട്ടെന്ന് വീണ് കുഴഞ്ഞ് മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊന്നും അതുകൊണ്ട് ഇന്ന കാരണം കൊണ്ട് വന്നു എന്നൊന്നും ഓർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, കുടുംബക്കാരെല്ലാം ഞങ്ങളെ വളരെയധികം ഞങ്ങളോട് അകന്നു നിന്ന കുടുംബക്കാരെല്ലാം വളരെ അടുത്ത് വരികയും ചേട്ടന്മാരും പെങ്ങന്മാരും എല്ലാം വളരെയധികം കാര്യമായിട്ട് ഞങ്ങളെ എല്ലാ നിലകളിലും സ്നേഹിക്കുകയും കരുതുകയും അന്വേഷിക്കുകയും ചെയ്ത് ഇന്നും ആ ഒരു നല്ല ബന്ധം. മറ്റത് ഞങ്ങളിങ്ങനെ മാറിപ്പോയത് കൊണ്ട് ഒരു അകലം ഉണ്ടായിരുന്നു. ആ ഡിസ്റ്റൻസ് ഒക്കെ കുറഞ്ഞ് കൂടുതൽ അന്വേഷിക്കാനും വരാനും ഇടയായി തീർന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത് പറയാനുള്ള ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് ഈ ശരീരം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ രോഗം അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാന്ന് തോന്നുന്നു ക്ലീറ്റസോനുമായിട്ട് ഫോൺ ചെയ്തിരുന്നു. ട്രീറ്റ്മെൻറ്റിന് അടയ്ക്കാൻ തോന്നുന്നു. എപ്പോഴോ ഒരിക്കലും ഇങ്ങനെ സംസാരിച്ച് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സോര, എനിക്ക് എന്നെക്കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്ന അത്രയും കാലം ജീവിക്കുക, വേല ചെയ്യുക, അതിനുശേഷം മരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പൂർണ്ണ ഒരു സൗഖ്യം ലഭിച്ച് തിരിച്ചു വരികയാണെങ്കിൽ പല ക്യാൻസർ രോഗികളും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പലപ്പോഴും കുറച്ചുകൂടെയൊക്കെ ക്ഷീണിച്ച് വളരെ ബ്ലാക്കായിട്ട് അങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ എന്താണേലും. അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച ഒരു കാര്യവും ബ്രദറിനോടും പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞും ഇതേപോലെ ഉള്ള ശരീരത്തോടെ മുമ്പുണ്ടായിരുന്ന അതേ രീതിയിൽ ഇരിക്കാൻ ഇടയാകണം എന്ന് ആഗ്രഹിക്കുന്നു. 100%. അപ്പൊ അതാണ് പറഞ്ഞത്, കൃപയുടെ ഒരു കവിഞ്ഞൊഴുക്ക് എന്ന് പറയുന്നത് എല്ലാ നിലയിലും അങ്ങനെ കാണാനായിട്ട് കഴിയുമായിരുന്നു. ധാരാളം കാര്യങ്ങൾ പറയാനായിട്ട് ഒത്തിരി കാര്യം പറയാനുണ്ടാവും. മുടിയൊക്കെ എല്ലാം പോയായിരുന്നു. ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ക്ഷീണിച്ചായിരുന്നു, നന്നായിട്ട് ക്ഷീണിച്ചു, മുടികളെല്ലാം പോയി. പക്ഷെ പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം പഴയതുപോലെ തന്നെ ശരിക്കും 6 മാസത്തെ ചികിത്സയാണ് പറഞ്ഞിരുന്നത്. 6 മാസം തിരുവനന്തപുരം വിട്ടു പോകാൻ പറ്റില്ലെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അതിന്റെ ഇടയിൽ 4 മാസം കൊണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഓരോ 22 ദിവസവും കഴിയുമ്പോഴും വീട്ടിൽ വരാനും വീട്ടിൽ വിട്ടു. അങ്ങനെ വിടിയല്ലെന്ന് ആദ്യം പറഞ്ഞിരുന്നതാ. അപ്പോൾ ധാരാളം നന്മകൾ ഇതിലൂടെ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മൾ ഇവിടെ പേര് പറയാൻ പോയാൽ ഒത്തിരി പേരുടെ പേര് പറയണം. അപ്പം ഒത്തിരി ദൈവമക്കളുടെ സ്നേഹം, ഞാൻ പറഞ്ഞ പോലെ കുടുംബക്കാരുടെ സ്നേഹം ഒക്കെ അനുഭവിച്ചു എന്ന് പറയുന്നത് കൂടാതെ ഇവരുടെ ഒക്കെ വലിയ കരുതലും നന്മകളും ഒക്കെ അനുഭവിക്കാനിടയായി. അതെല്ലാം ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് എടുത്തു പറയാനായിട്ട്. അവസാനമായിട്ടൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഈ രോഗത്തിൻ്റെ പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നുപോയതുപോലെ പല ആളുകൾ, ഒരുപക്ഷെ 1000 അല്ല ലക്ഷക്കണക്കിന് ആളുകൾ തന്നെ ഈ ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിൽ നമുക്ക് ചുറ്റുമുണ്ട്. നിശ്ചയമായിട്ടും ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. ബ്രദറിൻ്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് പറ്റിയാൽ നല്ലതാണ്. നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, എല്ലാ ക്യാൻസർ രോഗികളും ഭയപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നത് ഞാൻ മുൻപ് പറഞ്ഞ പോലെയുള്ള 3 കാര്യങ്ങളിലാണ്. 1, അവരുടെ മരണഭയം. 2, അവരുടെ സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങളും കഷ്ടതകളും ഉണ്ടാകും. പിന്നെ 3, കുടുംബത്തെക്കുറിച്ചുള്ള ആകുലത, നിരാശ. കാരണം മക്കളുടെ ഭാവി എന്താകും, ഇല്ല കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും. പക്ഷേ ഇതിനെല്ലാം സൊല്യൂഷനായിട്ട് പറയുവാനായിട്ട് എനിക്കുള്ളത്, നിശ്ചയമായിട്ടും നിങ്ങളുടെ ആശ്രയം ക്രിസ്തുവിൽ വെച്ചാൽ അത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് കരകയറി വരുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് നാം പറയുന്ന പോലെ രുചിച്ചറിയുക, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വിശ്വസിച്ച് അവൻ്റെ വകയായി തീരുക എന്ന് പറയുന്നതാണ് ഒന്നാമത് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത്.
യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ ആ വ്യക്തി ചിന്തിക്കണം, ഞാനൊരു പാപിയാണ് എന്ന് മനസ്സിലാക്കണം. ആ പാപിയായ എൻ്റെ പാപത്തിന് എനിക്ക് സ്വയം രക്ഷപ്പെടുവാനായിട്ട് കഴിയില്ല. എൻ്റെ നരകശിക്ഷയ്ക്ക് പകരമാണ് യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത്. എൻ്റെ ഏതെങ്കിലും മതകർമ്മങ്ങൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ ഒന്നും എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് അതിൽ രക്ഷപ്പെടുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചത് എന്നുള്ള പൂർണ്ണ വിശ്വാസം അർപ്പിക്കണം യേശുക്രിസ്തുവിൽ. അങ്ങനെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മരണഭയം നിശ്ചയമായിട്ടും ദൂരെ പോകും. കാരണം ദൈവത്തിൽ പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടുവാൻ ദൈവമകൻ ദൈവമകൾ ആയിത്തീരുവാനായിട്ട് കഴിയും. ആ വ്യക്തിക്ക് ദൈവ കുടുംബത്തിൻ്റെ അംഗമായതുകൊണ്ട് മരിച്ചാലും സ്വർഗത്തിലായിരിക്കും. അപ്പം ഞാൻ രോഗക്കിടക്കയിൽ കിടക്കുന്ന ഒരു വ്യക്തിയോടും പറയാറുള്ളത്, ആദ്യം നമുക്ക് ഈ രോഗത്തിൽ നിന്നുള്ള സൗഖ്യത്തേക്കാൾ ആവശ്യം ഇന്ന് നമ്മൾ മരിച്ചാൽ അടുത്ത നിമിഷം നമ്മൾ മരിക്കുമെന്ന് നമുക്കറിയില്ല. മരിച്ചാൽ നാം സ്വർഗത്തിൽ ആയിരിക്കുന്നില്ല എങ്കിൽ സൗഖ്യമായിട്ടും കാര്യമൊന്നുമില്ല. നമ്മളിന്ന് മരിച്ചിട്ട് നരകത്തിലാണ് പോകുന്നതെങ്കിൽ എന്താണ് അർത്ഥം? ആത്മാവിന്റെ രക്ഷയാണ് ഒന്നാമത് ഏറ്റവും നടക്കേണ്ടത്. അതാണ് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത്, അല്ലെ? ബ്രദർ പറഞ്ഞ പോലെ രോഗമൊക്കെ സൗഖ്യമായിട്ട് നിത്യമായ നാശത്തിലേക്ക് പോകുന്നതിൽ കാര്യമില്ല. നിത്യമായ സൗഭാഗ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച്, അല്ലേ? അതെ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നെ ദൈവത്തിൻ്റെ വചനവും ദൈവസഭ അല്ലെങ്കിൽ സഹോദരന്മാരുടെ കൂട്ടായ്മയും നമുക്കുണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മെ ആശ്വസിപ്പിക്കാനും, ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ഒരു പ്രയാസം എന്ന് പറയുന്നത് അനാഥത്വമാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഏകരായിരിക്കുക എന്ന അവസ്ഥയാണ്. നമുക്കൊരു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോഴാണ് പലപ്പോഴും ആളുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. എന്നാൽ ഈ ദൈവത്തിൽ വിശ്വസിച്ചവരായിരിക്കുന്ന ഒരു കൂട്ടം, പ്രത്യേകിച്ച് സഭ നമ്മോട് കൂടെ ഉള്ളപ്പം സഭയിലെ ദൈവജനം നമുക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുവാനും ആശ്വസിപ്പിക്കുവാനും കരുതലുകളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലും ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അതാണ് രണ്ടാമത്തെ വലിയൊരു പിൻബലം എന്ന് പറയുന്നത്, ദൈവസഭയുടെ കൂട്ടായ്മ. അതോടുകൂടി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ആശ്വാസം, പിന്നെ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം, ഇതൊക്കെ നമ്മളെ നിശ്ചയമായിട്ടും ഈ വിഷയങ്ങളിൽ നിന്ന് ആശ്വസിപ്പിക്കും. അതാണ് എന്നെ കേൾക്കുന്ന ഒരാൾ നിശ്ചയമായിട്ടും സ്വീകരിക്കേണ്ടത് എന്ന് ഞാൻ നിശ്ചയം പറയാം. ഞങ്ങൾക്ക് അവിടെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ, ഇതിൻ്റെ സകല ചിന്താകുലങ്ങളും യഹോവയിൽ ഇട്ടുകൊള്ളുക, അതാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങളൊക്കെ ഒരുപാട് ചിന്താഭാരങ്ങളൊക്കെ ആ സമയത്ത് വന്നെങ്കിലും ഞങ്ങൾ കർത്താവിലേക്ക് ഞങ്ങളുടെ ചിന്തകളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് പറയാനുള്ളത്, ഈ സമയത്ത് ഒത്തിരി ഭാരങ്ങൾ വരും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഭാരങ്ങളും ആ സമയത്ത് വരുമ്പോഴൊക്കെ നമ്മൾ കർത്താവിലേക്ക് അത് വിട്ടുകൊടുക്കുക, കർത്താവിനെ ഏൽപ്പിക്കുക. അവൻ അതിനെ പുലർത്തും എന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കും. ഓക്കെ, ദൈവത്തിലുള്ള വിശ്വാസമാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത്. ആശ്രയത്വം. അതുപോലെ തന്നെ രക്ഷ സ്വന്തമാക്കുക, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലേക്ക് വരിക. അപ്പോൾ മരണഭയം മാറിപ്പോകും. വലിയൊരു പ്രത്യാശയിലേക്ക്, ഒരു സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പിലേക്കും ധൈര്യത്തിലേക്കും നമ്മൾ വരുമെന്നുള്ള കാര്യമാണ്. രോഗത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രിയ സഹോദരങ്ങളുടെ വാക്കുകളും അവരുടെ അനുഭവങ്ങളും തീർച്ചയായിട്ടും നമുക്കതൊരു വലിയ അനുഗ്രഹമാണ്, നമുക്ക് സഹായമാണ് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവവചനത്തിലെ ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 40-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ആമേൻ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്, ആ പ്രവൃത്തിയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ ഈ പ്രിയ
സഹോദരങ്ങളിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന മാരകമായ രോഗം, അത് രക്തത്തിൽ ഏതാണ്ട് 85% ബാധിച്ചിരിക്കുന്നൊരവസ്ഥയിൽ രക്ഷപ്പെടാൻ വളരെ ചെറിയ ഒരു സാധ്യത മാത്രം RCCയിലെ ഡോക്ടർമാർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് 4 മാസങ്ങൾ കൊണ്ട് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ പ്രാപിച്ച് ആശുപത്രിയിലേക്ക് പോയതിനേക്കാൾ ചുറുചുറുക്കോടെ ആരോഗ്യത്തോടെ നമ്മുടെ മുമ്പിൽ ദൈവം ഇദ്ദേഹത്തെ, ഈ പ്രിയ സഹോദരനെ ഇരുത്തി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദൈവം നൽകിയ ആ സൗഖ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതോടുകൂടെ ഈ പ്രിയപ്പെട്ടവരുടെ അനുഭവങ്ങൾ മറ്റനേക മനുഷ്യർക്ക് ആശ്വാസത്തിനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനായിട്ട് പ്രേരിപ്പിക്കുവാനായിട്ട് ഇടയായി തീരുന്നു എന്നോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത നിങ്ങളോട് 2 പേരോടും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ദൈവം ഇനിയും ധാരാളമായി സഹോദരനെ കുടുംബത്തെ ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മുഖാമുഖം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സത്യം സത്യമാ